എല്ലാം ദൈവനിശ്ചയമായി മാത്രമേ ലോകത്തിൽ നടക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. അതേസമയം മനുഷ്യന് സ്വതന്ത്രമായ ഇച്ഛാശക്തി ഉണ്ടെന്നും പറയുന്നു. നന്മയും തിന്മയും ഈ രണ്ടിൽ ഏത് തിരഞ്ഞെടുക്കുകയാണെങ്കിലും അതും ദൈവം നിശ്ചയിച്ച് തോന്നിപ്പിക്കുകയാണെന്ന് വിശ്വസിക്കണോ? അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ കർമ്മത്തിലെ തെറ്റും ശരിയും ദൈവത്തിന് തന്നെ കൊടുക്കേണ്ടി വരില്ലേ? പാപത്തിന് മനുഷ്യൻ എങ്ങനെ ഉത്തരവാദിയാവും? ഈ ചോദ്യത്തെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് ഉത്തരം പറയട്ടെ. ഇതിൽ ഒന്നാമത്തെ ഭാഗം, എല്ലാം ദൈവനിശ്ചയമാണ്, ഈശ്വര നിശ്ചയമാണ്. അങ്ങനെ വന്നാൽ നമുക്ക് പിന്നെ എന്താ റോളുള്ളത്? കേട്ടില്ലേ? എല്ലാം ദൈവനിശ്ചയമാണെന്ന് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കംസൻ ചെയ്യുന്നതിനും രാവണൻ ചെയ്യുന്നതിനും ഉത്തരവാദി ദൈവം തന്നെയാണ്. അപ്പൊ തിന്മ എന്ന് എങ്ങനെ പറയാൻ പറ്റും? തെറ്റ് ചെയ്താൽ ശിക്ഷ കൊടുക്കേണ്ടത് ഈശ്വരനല്ലേ? ഈ മനുഷ്യനെ എന്തിനു ശിക്ഷിക്കണം? കാരണം മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഈശ്വരനല്ലേ? ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, ഈശ്വര നിശ്ചയമനുസരിച്ച് എല്ലാം നടക്കുന്നു എന്നുള്ളതിന് വിധി എന്ന് പറയും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടപെടാൻ സാധിക്കുന്നതിന് പുരുഷ പ്രയത്നം എന്ന് പറയും. ഒന്നാമത്തെ ചോദ്യം, വിധിയെ സ്വാധീനിക്കാൻ പുരുഷ പ്രയത്നത്തിന് കഴിയുമോ? ഈ ചോദ്യം മനസ്സിലായോ? വിധിയെ അഥവാ ഈശ്വര നിശ്ചയത്തെ സ്വാധീനിക്കാൻ പുരുഷ പ്രയത്നം അല്ലെങ്കിൽ സെൽഫ് എഫേർട്ട് അതിന് സാധിക്കുമോ? ഈ ചോദ്യം മനസ്സിലായോ? പറയൂ. അതിനുത്തരം പറഞ്ഞ ശേഷം പാപം പുണ്യം അതിൻ്റെ വിഷയത്തിലേക്ക് വരാം. ഉദാഹരണം പറയട്ടെ. വെള്ളത്തിൽ ഭാരമുള്ള ഒരു വസ്തു ഇട്ടാൽ എന്ത് സംഭവിക്കും? അത് താണു പോവും. അതിനെ നമുക്ക് വിധി എന്ന് പറയാം. വ്യക്തമായോ? നീന്തൽ അറിയുന്നവർ പക്ഷേ എത്ര സ്ഥൂല ശരീരിയായാലും ശരി, തടിയുള്ള ആളായാലും ശരി, താണു പോവോ? പറയൂ. ഇല്ല. അപ്പൊ അവിടെ നീന്തുക എന്നുള്ളത് പുരുഷ പ്രയത്നമാണ്. ഓക്കെ. അത് ഈശ്വര നിശ്ചയത്തിനെ ചോദ്യം ചെയ്യുന്നുണ്ടോ? ഇല്ല. പറക്കുക എന്നുള്ളത് മനുഷ്യന് പ്രായോഗികമായിരുന്നില്ല. കാരണം ഭൂഗുരുത്വ ആകർഷണ ബലം പൊങ്ങി ഉയരുന്നതിനെ പിടിച്ചു വലിച്ചു താഴെ ഇടും. വിമാനം എന്നത് പുരുഷ പ്രയത്നം കൊണ്ട് സാധിച്ചതാണ്. ഇത്രയും വ്യക്തമായോ? ഭഗവത്ഗീതയില് 3-ാം അധ്യായത്തിൽ അവസാന ഭാഗത്ത് 2 ശ്ലോകങ്ങൾ ഉള്ളതിൽ ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അവസാന ഭാഗം ഇതാണ്: നിഗ്രഹ കിം കരിഷ്യതി. നിഗ്രഹം കൊണ്ടൊക്കെ എന്താ കാര്യം? വിഷയം എന്താണ്? ഭഗവാൻ അവതരിപ്പിച്ച വിഷയം എന്താണ്? പ്രകൃതിം യാന്തി ഭൂതാനി. എല്ലാവരും അവരവരുടെ പ്രകൃതിക്കനുസരിച്ചാണ് പ്രവർത്തിക്കുക. എന്നിട്ടാണ് ചോദ്യം, നിഗ്രഹ കിം കരിഷ്യതി. ഇത് കേവലം നിസ്സാരരായവരുടെ കാര്യത്തിൽ മാത്രമല്ല, ജ്ഞാനികളുടെ കാര്യത്തിലും. ആ ശ്ലോകത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ശങ്കരാചാര്യർ പറയുന്നത്, ഇവിടെ ശാസ്ത്രം കൊണ്ട് എന്താ ഗുണം, പുരുഷപ്രയത്നം കൊണ്ട് എന്താ ഗുണം എന്നാണ് ചോദ്യം. ശാസ്ത്രമൊക്കെ വ്യർത്ഥമായി പോവില്ലേ എന്ന്? സാധനകൾ അനുഷ്ഠിക്കുന്നതൊക്കെ വെറുതെ ആയി പോവില്ലേ? എല്ലാവരും പ്രകൃതിക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ. പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ശങ്കരാചാര്യർ നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നു. പ്രകൃതിർ നാമ പൂർവജന്മകൃത ധർമാധർമാദി സംസ്കാര വർത്തമാന ജന്മാദൗ അഭിവ്യക്ത. ജന്മാന്തരങ്ങളിൽ ചെയ്ത പുണ്യഭാവങ്ങളൊക്കെ ഇല്ലേ, അത് ഈ ജന്മത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രകടമാവുന്നതാണ് പ്രകൃതി. ആ പ്രകൃതിക്കനുസരിച്ചാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. കംസനും രാവണനും ദുര്യോധനും ധർമ്മപുത്രരും എല്ലാവരും സ്വസ്വ പ്രകൃതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇപ്പൊ ശങ്കരാചാര്യ ചോദിക്കുന്നു, ഇവിടെ ശാസ്ത്ര പഠനം കൊണ്ടും സാധന കൊണ്ടും എന്താ വിശേഷം? എന്നിട്ട് ശങ്കരാചാര്യർ അടുത്ത ശ്ലോകത്തെ അതിൻ്റെ ഉത്തരമായിട്ട് അവതരിപ്പിക്കുന്നു. ശ്രദ്ധിച്ചു കേട്ടോളൂ. എന്താ ശ്ലോകം? ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർനവശമാഗച്ഛേത് തൗഹ്യസ്യ പരിപന്ഥിനൗ.
ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളിൽ സ്വാഭാവികമായ രാഗദ്വേഷമുണ്ട്. അതിൻ്റെ കെണിയിൽ പെടാതിരിക്കാൻ ജാഗ്രത പാലിക്കണം. അത് നമുക്ക് സാധിക്കും. കേട്ടില്ലേ? ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളിൽ സ്വാഭാവികമായിട്ടുള്ള ആകർഷണീയതയുണ്ട്. അതിൽ പെടാതിരിക്കാൻ നമുക്ക് തീരുമാനിക്കാം. അപ്പൊ എന്തായി? നമ്മൾ പുരുഷ പ്രയത്നത്തെ, സെൽഫ് എഫേർട്ടിനെ ഉപയോഗിച്ച് ദുർവിധിയെ തിരുത്തുന്നു. യു ക്യാൻ ചേഞ്ച് യുവർ ഡെസ്റ്റിനി. തീർച്ചയായിട്ടും നമ്മുടെ വിധിയെ നമുക്ക് തിരുത്തി കുറിക്കാൻ സാധിക്കും. ഓക്കെ. രാവണന്റെ പ്രസ്താവങ്ങൾ വാൽമീകി രാമായണത്തിൽ, ഒരു മനഃശാസ്ത്രപരമായിട്ട് വാൽമീകി രാമായണത്തിലെ രാവണനെയാണ് സ്വാമി പഠിച്ചത്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലും ആകട്ടെ, അല്ലെങ്കിൽ അധ്യാത്മരാമായണം മൂലം ഭഗവാൻ വേദവ്യാസർ രചിച്ചതാണ്. അതിലൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, അവിടെ സീത അപഹരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഛായാസീതയാണ് അപഹരിച്ചത്. രാവണൻ അറിയാം രാമൻ വരും, തന്നെ വധിക്കും എന്നൊക്കെ. അത് വേഗത്തിലാക്കാൻ വേണ്ടി രാവണൻ ഉത്സാഹിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വസ്തുതകളുണ്ട്. പക്ഷെ വാൽമീകി രാമായണത്തിൽ ശരിക്കും മനഃശാസ്ത്രപരമായിട്ടുള്ള അപഗ്രഥനത്തിന് സാധ്യത ഏറും. സ്വാമി അന്വേഷിക്കുകയായിരുന്നു ആരൊക്കെ രാവണനോട് സംസാരിച്ചിട്ടുണ്ട് ദുർവൃത്തിയിൽ നിന്ന് പിന്മാറാൻ വേണ്ടി. ആദ്യം പറയുന്നത് മാരീചനാണ്. വേണ്ടാട്ടോ. വാൽമീകി രാമായണത്തില് രാവണൻ 2 പ്രാവശ്യം മാരീചന്റെ അടുത്ത് പോകുന്നുണ്ട്. ആദ്യം ഒരു ജനസ്ഥാനത്ത് നിന്ന് അവിടുത്തെ മന്ത്രിപ്രമുഖൻ പോയി പറഞ്ഞ് ഉടനെ പുറപ്പെട്ടു പോയി മാരീചന്റെ അടുത്ത് പോയി കാണുന്നുണ്ട്. അപ്പൊ മാരീചൻ പറഞ്ഞത് കേട്ട് തിരിച്ചു വരുന്നു. പിന്നെയാണ് ശൂർപ്പണഖ ചെല്ലുന്നത്. ആദ്യം ചെല്ലുന്നത് അകമ്പൻ, അത് കഴിഞ്ഞിട്ടാണ് ശൂർപ്പണഖ ചെല്ലുന്നത്. ശൂർപ്പണഖ ചെന്നപ്പോഴാണ് വീണ്ടും വന്ന് പിന്നെ തീരുമാനമെടുത്തത്. മാരീചനെ വധിക്കാൻ തയ്യാറായി. ആ സമയത്ത് മാരീചൻ താൻ മാനിന്റെ വേഷം കെട്ടിക്കൊള്ളാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ 2 വട്ടമുണ്ട്. മാരീചനാണ് ആദ്യം സംസാരിച്ചത്. പിന്നെ അരുതെന്ന് സംസാരിച്ചത് സീത തന്നെയാണ് നേരിട്ട്. സീതാദേവി രാമപ്രഭാവമൊക്കെ വിസ്തരിച്ചു. പിന്നെ സംസാരിക്കുന്നത് ജടായുവാണ്. ജാനകിയെ അവിടെ കൊണ്ടെത്തിച്ച ശേഷം മാല്യവാൻ പറഞ്ഞിട്ടുണ്ട് വേണ്ടാട്ടോ എന്ന്. വിഭീഷണനെ ഉപദേശിച്ചിട്ടുണ്ട്. ശുഖചാരണന്മാര് കാഴ്ചകളൊക്കെ കണ്ടു ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പേര് ആവർത്തിക്കുമ്പോഴും രാവണൻ എന്താ പറയുന്നതെന്ന് അറിയാമോ? എന്നെ 2ആയി മുറിച്ചിട്ടാലും സീതാദേവിയെ തിരിച്ചു കൊണ്ടുചെന്ന് അപരാധമേറ്റു പറയുക എന്ന ജോലി ഞാൻ ചെയ്യില്ല. ഇതെന്റെ പ്രകൃതിയാണ്. അപ്പൊ രാവണന്റെ വിഹിതത്തിന് ആരാ ഉത്തരവാദി? രാവണൻ തന്നെ. ഇതിന് നമ്മള് എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല എന്ന പ്രസ്താവനയായിട്ട് ലഘൂകരിച്ച് കളഞ്ഞുകൂടാ. അത്രയേറെ സ്വന്തം ദുരന്തത്തെ ആവാഹിക്കാൻ നടക്കുകയാണ്. മനഃശാസ്ത്രത്തിൽ ഇതിന് തിരക്കഥ എന്നാ പറയുക. ഒരു ദുരന്ത തിരക്കഥ എഴുതി അതിലേക്ക് നടന്നെടുക്കുകയാണ് രാവണൻ. കേട്ടില്ലേ? ശാസ്ത്രത്തിന്റെ സാധ്യത എന്താ? അവിടെ ഇടപെടാൻ ശാസ്ത്രത്തെ ശ്രദ്ധിച്ചാൽ നമ്മെ സഹായിക്കും ശാസ്ത്രം. അങ്ങനെ ഭാഗധേയം തിരുത്തിയവരിഷ്ടം പോലെ ഉണ്ട്. അസുരകുലത്തിൽ ഹിരണ്യകശിപുവിന്റെ പുത്രനായിട്ട് പിറക്കാനിരിക്കുന്ന പ്രഹ്ലാദനെ ഗർഭാവസ്ഥയിൽ വെച്ച് ശ്രീനാരദരിടപെട്ട് തിരുത്തിയത് വലിയ തിരുത്തലായി. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ സാധ്യതയെ ചെറുതായി കാണണ്ട. ആചാരാനുഷ്ഠാനങ്ങളുടെ സ്വാധീനത്തെ ലഘുവായി കാണണ്ട. വിധി എന്ന് പഴി പറഞ്ഞിരിക്കാതെ അതിനെ അനുകൂലമാക്കിയെടുക്കാൻ ശാസ്ത്രരീത്യാ ഉത്സാഹിക്കാം എന്ന് നമുക്ക് തീരുമാനിക്കാം. കേട്ടില്ലേ?
അപ്പൊ ഒരാൾ എന്തുകൊണ്ട് തിന്മ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അയാളുടെ മുൻവിധികളും അയാളുടെ തെറ്റായ തിരക്കഥയും ഒക്കെയാണ് അയാളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടപെടൽ നടത്താൻ മറ്റുള്ളവരെ അനുവദിക്കുകയാണെങ്കിൽ, ശാസ്ത്രകാരുണ്യത്തെ ഗുരുകാരുണ്യത്തെയൊക്കെ അനുവദിക്കുകയാണെങ്കിൽ മാറ്റം വരും, സംശയമൊന്നുമില്ല. കേട്ടില്ലേ? ഇപ്പൊ തെറ്റ് ചെയ്തതിന്റെ ഉത്തരവാദി ഈശ്വരനാണെന്ന് പറയരുത്. പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി ഒരു എക്സാമ്പിൾ പറയുന്നത്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു ലോറി അപകടത്തിൽ പെട്ടു, ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റ് ഉണ്ടായപ്പോൾ മറുവശത്ത് വന്ന വാഹനത്തിൽ ഇടിക്കുകയുണ്ടായത്. അതിൽ ആൾക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇത് കണ്ട ഉടനെ ഡ്രൈവർ ചാടി ഇറങ്ങി ഓടി. പോലീസും പാർട്ടിയും ഒക്കെ വന്ന് അവരുടെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി പോയി. രാത്രിയാണ് അപകടം നടന്നതെന്നുള്ളത് കൊണ്ട് 2 ദിവസം എടുക്കും ഈ ലോറി മാറ്റാനൊക്കെ. ലോറി അവിടെ കിടക്കുക. ആരുമില്ലാത്ത തഞ്ചം നോക്കിയൊരു വിദ്വാൻ ചെന്ന് അതിലെ പെട്രോള് കംപ്ലീറ്റ് ഊറ്റിയെടുത്തു അത്രേ. അയാൾക്ക് അതിൽ യാതൊരു സങ്കോചവും തോന്നിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോറിയെ ഓടിച്ചത് പെട്രോളാണ്, ആക്സിഡന്റിൽ കൊണ്ടെത്തിച്ചത് പെട്രോളാണ്. അങ്ങനെയുള്ള ആ പെട്രോൾ എടുത്തിട്ട് ഇങ്ങേര് കൊണ്ടുപോകാമോ? ഇനി ആക്സിഡന്റ് പറ്റില്ലേ എന്നാരെങ്കിലും വിചാരിക്കുമോ? സംഗതി മനസ്സിലായില്ലേ? പെട്രോളാണ്. പക്ഷെ പെട്രോള് ഈശ്വരനെ ഏതുപോലെ ഇരിക്കുന്നു? നിങ്ങൾ കാറുമായിട്ട് ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ അതിന് സമ്മതം നൽകും. കേട്ടില്ലേ? കള്ളുഷാപ്പിലാണ് പോണമെങ്കിലോ പെട്രോൾ പിണങ്ങൊന്നുമില്ല. ഈശ്വരൻ ഭരണശ്രേഷ്ഠൻ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങളുടെ വാസനകൾക്കനുസരിച്ച്, നിങ്ങളുടെ ആവേശങ്ങളെ അനുസരിച്ച് അനുവദിച്ചുകൊണ്ടിരിക്കും. സംഗതി മനസ്സിലായോ? അപ്പൊ അതിനെ ഈശ്വരനെ കുറ്റം പറയരുതെന്ന് പറയും. ശരിയും തെറ്റും ഉണ്ടോ? ഉണ്ട്. നോട്ടക്കുറവുകളുണ്ട്, തെറ്റായ ധാരണകളുണ്ട്, തെറ്റായ ആഗ്രഹങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് അവനവനും സമാജത്തിനും ഒക്കെ ഉപദ്രവം ഉണ്ടാവും, പ്രകൃതിക്ക് ദ്രോഹം ഉണ്ടാവും. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി എന്നാണ് ഭഗവാന്റെ വാഗ്ദാനം. കല്യാണ മാർഗത്തിൽ ചരിക്കുന്നവർക്ക് ദുർഗതി ഉണ്ടാവില്ല. ഇയാൾക്ക് നാളെ മറ്റന്നാള് സാധന ഇതിലൊക്കെ കൂടുതൽ ഉത്സാഹമൊക്കെ വന്നു കഴിഞ്ഞാൽ വേറൊരു ജോലി തരപ്പെടും. ഇപ്പൊ ദയവേത് അയാളെ പോയിട്ട് ബുദ്ധിഭേദം സൃഷ്ടിക്കരുത് എന്ന് പറയുക. എന്നാ ബുദ്ധിഭേദം ജനയൻ. കേട്ടില്ലേ? ഇങ്ങനെ നല്ലൊരു അമ്മയ്ക്ക് മകനായി പിറന്നിട്ട് താൻ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കണ ഒരു ജോലിക്ക് പോകുന്നോ എന്ന് ചോദിക്കരുത്. അയാൾ പോകുന്നതിനെ അഭിനന്ദിക്കൂ. കേട്ടില്ലേ? ഒരു ജോലിയും ചെയ്യാതെ അച്ഛനും അമ്മയും സമ്പാദിച്ചത് ഇങ്ങനെ വെട്ടി വിഴുങ്ങുന്നില്ലേ? അങ്ങനെയുള്ളവരെക്കാൾ എത്ര ഭേദം. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ധർമ്മത്തിൻ്റെ അല്ല കർമ്മത്തിൻ്റെ, ഏക കർമ്മത്തിന് അതിൻ്റെതായിട്ടുള്ള ദിവ്യതയുണ്ട് എന്ന് പറയുക. ആചാരാനുഷ്ഠാനങ്ങളുടേതായ സങ്കീർണതകളിൽ കുരുങ്ങാതെ എന്തിന് ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് ചോദിക്കാൻ നമുക്ക് സാധിക്കട്ടെ.